എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ഡീൽ ആരോപണം മുതൽ പാലക്കാട് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം വരെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ നിത്യേന അടിതെറ്റിയിരിക്കുകയാണ്. അതിനുശേഷമാണ് FCRA ഭേദഗതി നടപ്പാക്കാതിരിക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ നിയമ ഭേദഗതി നടപ്പാക്കുമെന്ന് ജനറൽ സെക്രട്ടറി വിഷ്ണുവർദ്ധൻ റെഡ്ഡി ഉൾപ്പെടെയുള്ള ബി.ജെ.പി ദേശീയ നേതാക്കൾ ആവർത്തിക്കുന്നത്. വികസനം മുഖ്യ വിഷയമാക്കി പ്രചാരണത്തിനിറങ്ങിയ ബി.ജെ.പിക്ക് തുടക്കം മുതൽ വ്യത്യസ്തമായ വിവാദങ്ങളാണ് നിത്യേന നേരിടേണ്ടി വരുന്നത്. ഡീൽ ആരോപണമായിരുന്നു ആദ്യത്തേത്. വികസനം ചർച്ച ചെയ്യാനില്ലാത്തതിനാലാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ് തലയൂരാൻ ബി.ജെ.പിയുടെ നേതൃത്വം ശ്രമിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് സംബന്ധിച്ച വിവാദമായിരുന്നു ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു സംഭവം. അതിനു പിന്നാലെയാണ് അഘോരി സന്യാസിമാർ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണ വേദിയിൽ എത്തിയതും അദ്ദേഹത്തെ അനുഗ്രഹിച്ചതും. ഇത് നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി വിവാദമാക്കുകയും മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തു. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ തുടരുന്ന മതപരമായ വിവാദ പ്രസ്താവനകളും പ്രചാരണങ്ങളും പലയിടങ്ങളിലും പ്രശ്നമായി തുടരുകയാണ്. പ്രചാരണ രംഗത്ത് ബി.ജെ.പിക്ക് ഏറ്റവും അധികം പ്രശ്നം സൃഷ്ടിച്ച് നിലകൊള്ളുന്നത് FCRAയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ. അതിന് എരുതിയിൽ എണ്ണ പകരുന്ന പ്രസ്താവനയാണ് പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി കൂടിയായ PC ജോർജ് നടത്തിയത്. സഭാധ്യക്ഷന്മാരെ അടച്ചാക്ഷേപിച്ച ജോർജിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിൽ കടുത്ത പ്രതിഷേധമാണുള്ളത്. ഇത് ക്രിസ്ത്യൻ വോട്ട് പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ജോർജിനെതിരെ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ പരസ്യമായി രംഗത്തുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കവേ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ബി.ജെ.പി കൗൺസിലർ തടഞ്ഞത് കേരള രാഷ്ട്രീയത്തെ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.